അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 വാക്യം 2. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവം ഒരുവന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഏറ്റവും വലുതും പ്രധാനവുമായ കാര്യമാണ് എല്ലാ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ നൽകി എന്നത്. ദൈവം തന്നെയാണ് ന്യായാധിപൻ. അവിടുന്ന് നീതിമാനായ വിധികർത്താവാകിയാൽ ഓരോരുത്തർക്കും അവരുടെ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷയാണ് നൽകുന്നത്. പക്ഷേ ആ ശിക്ഷ നരകത്തിലാണ് അനുഭവിക്കുന്നത്. അതൊരിക്കലും അവസാനിക്കുകയുമില്ല. നിത്യമായ ഈ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ദൈവം എങ്ങനെ സാധ്യമാക്കി? അതിനാണ് അവിടുന്ന് ജീവന്റെ ആത്മാവിൻ്റെ നിയമം നടപ്പിലാക്കിയത്. പാപം ചെയ്ത മനുഷ്യൻ ആദം മുതൽ സകലരും പാപത്തിൻ്റെ നിയമത്തിന് കീഴിലായിരുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു എന്ന ഒരു നിയമം പാപികളായ സകല മനുഷ്യരിലും വാഴുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകയാൽ എല്ലാവരിലും മരണത്തിൻ്റെ നിയമവും അധികാരം നടത്തുന്നു. അത് കേവലം ശരീരത്തിൻ്റെ മാത്രം മരണമല്ല, ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യത മുഴുവൻ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതാണ് മരണത്തിൻ്റെ വാഴ്ചയാൽ സംഭവിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ ദൈവം ജീവന്റെ ആത്മാവിൻ്റെ നിയമം ഉപയോഗിച്ചു. സാക്ഷാൽ ജീവനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റെടുത്തു എന്നതാണ് ആ നിയമത്തിൻ്റെ പ്രധാന വശം. ക്രൂശിൽ ജീവൻ ചൊരിഞ്ഞപ്പോൾ നമ്മുടെ ശിക്ഷയെല്ലാം ക്രിസ്തുവിൽ ആവുകയും നാം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇത് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ഉള്ളവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതും ശിക്ഷാവിധി ഇല്ലാതാകുന്നതും. ഞാൻ ക്രിസ്തുവിലാണോ എന്ന് ഓരോരുത്തരും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. എങ്കിൽ നിത്യജീവനിൽ വാഴും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.